പദ്ധതിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ആദത്തെ ഹവയും ദൈവം സൃഷ്ടിച്ചു. ആദവും ഹവയും തെറ്റ് ചെയ്തു. തോട്ടത്തിലെ മധ്യത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം തിന്നരുത്, തിന്നു. അങ്ങനെ പാപം ചെയ്തു. പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിച്ചില്ല. ഇവർ പാപം ചെയ്ത അന്നും വെയിലാറിയപ്പോൾ ദൈവം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ദൈവം അവരോട് അപ്പോഴും സംസാരിക്കുന്നുണ്ട്. പാപം ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല, അവരോട് മിണ്ടുന്നില്ല എന്ന് പറയുന്നില്ല. നമ്മളൊക്കെ പലപ്പോഴും എങ്ങനെയാണ്, അവരൊക്കെ വലിയ പാപത്തിൽ കിടക്കണം, ഇനി അങ്ങോട്ട് പോകേ വേണ്ട, മിണ്ടേ വേണ്ട, നമ്മളും കൂടി ആകെ മലിനപ്പെടുള്ളൂ എന്ന് വരും, നമ്മൾ മാറി നിൽക്കും. പക്ഷേ പാപത്തിൽ വീണ ആദത്തിൻ്റെ ഹവയുടെ അരികിലേക്ക് വീണ്ടും ദൈവം പോവുകയാണ്. അവർക്ക് വലിയൊരു പരാജയം ഉണ്ടായി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വലിയ പരാജയം ഉണ്ടായി. പക്ഷേ ആ പരാജയത്തിൽ ദൈവം മനോഹരമായൊരു വാഗ്ദത്തം നൽകുകയാണ്. ആ പരാജയത്തിൽ ദൈവം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ളൊരു പദ്ധതി തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഇവർ വലിയ പരാജയം ഇവർക്കുണ്ടായി. പക്ഷേ ദൈവം പറയുന്നത്, അതിനേക്കാളും വലിയ ഒരു പദ്ധതി എനിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല സകല മാനവകുലത്തെയും കുറിച്ചുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു. കാൽവരി കുരിശിലാണ് ദൈവത്തിൻ്റെ സ്നേഹം മാനവകുലത്തിന് പ്രത്യക്ഷപ്പെട്ടത്. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കാൽവരി കുരിശിൽ മരിച്ചത്? മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരാൻ വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്. മനുഷ്യർ പാപം ചെയ്തില്ല എങ്കിലോ? മനുഷ്യർ പാപം ചെയ്തില്ല എങ്കിൽ കാൽവരി ക്രൂശിൽ ദൈവത്തിന് മരിക്കുകയില്ല. കാരണം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണല്ലോ ക്രൂശ് മരണം, അല്ലേ? അപ്പോൾ അങ്ങനെ മരണം നടന്നില്ലായിരുന്നുവെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഈ മഹത്തായ പ്രദർശനം, ക്രൂശിൽ കാണിച്ച ആ മഹത്തായ വീണ്ടെടുപ്പ്, ദൈവത്തിൻ്റെ മനസ്സിലൊന്നും നമുക്ക് മനസ്സിലാകുമായിരുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ പാപം ചെയ്ത് നന്നായി എന്നല്ല, ആദവും ഹവ്വയും പാപം ചെയ്ത് നന്നായി എന്നല്ല. അതായത് മനുഷ്യൻ്റെ പരാജയത്തിലും ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായൊരു പദ്ധതിയുണ്ട്. പരാജയപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവം ഏറ്റവും മഹത്തായി ഒന്ന് ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, ഇനി എന്നെ ദൈവം എടുത്ത് ഉപയോഗിക്കില്ല എന്നൊരിക്കലും ചിന്തിക്കരുത്. യെശയ്യാ 55:8-9 വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. പരാജയപ്പെടുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം തന്നെ ആകെ നിരാശയുടെ ചിന്താമണ്ഡലമായി തീരുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വഴി നമ്മുടെ വഴിയല്ല. ആദാമും ഹവ്വയും വലിയ പരാജയത്തിലൂടെ കടന്നുപോയെങ്കിലും ഇതാ സകല മനുഷ്യർക്കും പ്രത്യക്ഷമാകത്തക്ക ഒരു ദൈവത്തിൻ്റെ കൃപ ആ പരാജയത്തിലൂടെയാണ് ഉത്ഭവിച്ചത്. സ്തോത്രം. ഞാൻ പാപം ചെയ്താലും കുഴപ്പമില്ല, പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, അതിലൂടെ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടുതലായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമല്ലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ആദവും ഹവ്വയും പാപം ചെയ്തുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ സ്നേഹം കാൽവരി ക്രൂശിൽ വെളിപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ പരാജയത്തിൽ പോയാൽ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ വെളിപ്പെട്ടു വരില്ലേ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അവർ ദൈവത്തെ അനുസരിക്കുന്നവരല്ല, ദൈവനിഷേധികളാണ്. കാരണം റോമാലേഖനം പറയുന്നത്, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്കാണ് നയിക്കേണ്ടത്. അല്ലാതെ ഞാൻ പാപം ചെയ്താലും കുഴപ്പമില്ല, പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ദൈവം ഈ പരാജയത്തിന് വലിയ നന്മ ദൈവം തരുമെന്ന് വിചാരിച്ച് പാപത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവൻ കഠിന ഹൃദയനും ദൈവനിഷേധിയുമാണ്. ഓക്കെ. റോമാലേഖനം 3:7-8 വാക്യങ്ങൾ. അർത്ഥം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ POC തർജ്ജമയാണ് വായിക്കുന്നത്. റോമാലേഖനം 3:7-8. എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മഹത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്തിന്? അപ്പോൾ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ ചെയ്യാമെന്നോ? ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട്. ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ചിലർ അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം ഞാൻ പരാജയപ്പെട്ടാൽ കുഴപ്പമില്ലല്ലോ, അതിലൂടെ ദൈവം വലിയ നന്മ തരുമെന്ന്. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം പരാജയങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ സ്വയം തകരുന്നു,
മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു. പരാജയങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഞാൻ നീതിമാനാണ് എന്നുള്ള ആ ചിന്തയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഇനിയും ഈ പരാജയത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ അതേ പരാജയത്തിലൂടെ കടന്നു പോകുന്ന മറ്റനേകരോടും മനസ്സലിവോടെ നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കും. നമ്മുടെ അഹങ്കാരം പൂർണ്ണമായിട്ട് പോകുന്നത് പരാജയത്തിലൂടെയും അബദ്ധങ്ങളിലൂടെയും മറ്റു പലതിലൂടെയാണ്. അതുകൊണ്ട് ഈ പരാജയത്തിലൂടെ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇനിയും പരാജയപ്പെടാം എന്നുള്ള ഒരു ലൈസൻസാണ് ഈ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമ എന്ന് കരുതരുത്. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷമ എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? സ്തോത്രം. പരാജയപ്പെട്ടവർക്ക് ഈ ലോകത്തിൽ വല്ല സമ്മാനവും കിട്ടും. എല്ലാത്തിലും ഓട്ടത്തിൽ പരാജയം അടഞ്ഞു, വല്ല സമ്മാനവും കിട്ടുമോ? പരീക്ഷയിൽ തോറ്റു, വല്ല സമ്മാനവും കിട്ടുമോ? പരാജയപ്പെട്ടവർക്ക് ഈ ലോകം കൊടുക്കില്ല, സമ്മാനം കൊടുക്കില്ല, പ്രൈസ് കൊടുക്കില്ല. ഈ ലോകം കൊടുക്കുന്നത് വിജയിച്ചവർക്കാണ് പ്രൈസ് കൊടുക്കുന്നത്. ലളിതമായൊരു കാര്യമാണ്. തോറ്റവർക്കൊന്നും കൊടുക്കുന്നില്ല, വിജയിച്ചവർക്ക് ആണ് കൊടുക്കുക. എന്നാൽ പരാജയപ്പെട്ടവർക്ക് ഏറ്റവും മേത്തരമായത് കൊടുക്കുവാൻ നമ്മുടെ കർത്താവിന് മനസ്സലിവുണ്ട്. സ്തോത്രം. പരാജയപ്പെട്ടവർക്കൊന്നും കൊടുക്കാത്തതാണ് ഈ ലോകത്തിൻ്റെ വ്യവസ്ഥത. ഈ ലോകത്തിൻ്റെ സമ്പ്രദായം ഏതാണ്? പരാജയപ്പെട്ടവർക്കല്ല, വിജയിച്ചവർക്കാണ് കൊടുക്കുക. എന്നാൽ പരാജയപ്പെട്ടവർക്ക് ഏറ്റവും മേത്തരമായത് കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഏറ്റവും തകർന്നൊരു മനുഷ്യൻ, പരാജയപ്പെട്ട മനുഷ്യൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, അത് ഇളയപുത്രൻ, ധൂർത്തപുത്രൻ. അവനെ പോലെ പരാജയപ്പെട്ടവൻ വേറെ ആരുമില്ല. തൻ്റെ പിതാവിൻ്റെ സ്നേഹം ആവോളം അവൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും തനിക്ക് ലഭിക്കേണ്ട വരുമാനത്തിൻ്റെ ഓഹരി വാങ്ങി ദൂരദേശത്തേക്ക് പോയി. അവന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒടുവിൽ പണം നഷ്ടപ്പെട്ടോ, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടോ, ജോലിയില്ലാതെയായി, പട്ടിണി. ഇനി ഇതിലപ്പുറം ഒരു പരാജയം വേറെ ആർക്കും വരാനില്ല. എല്ലാ മേഖലയിലും അവനൊരു പരാജയമായിരുന്നു. എന്നാൽ അവൻ അനുദപിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് പോകും. എന്നിട്ട് പറയും, പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. കൂലിക്കാരിൽ ഒരുവനെ പോലെ ആക്കണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് ഈ മകൻ ചെന്നപ്പോൾ പിതാവ് അവന് കൊടുക്കുന്നത് മേത്തരമായ അങ്കിയാണ്. മേത്തരമായ അങ്കി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ളത് ആ വീട്ടിലില്ല. ഇതാ പരാജയപ്പെട്ട് വരുന്ന ഒരുവന് പിതാവ് നൽകുന്നത് ഏറ്റവും മേത്തരമായതാണ്. നമ്മുടെ വിഷയം ഇതാണ്. നമ്മൾ പലതിലും പരാജയപ്പെട്ടവരായിരുന്നാലും അനുദപിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ ദൈവത്തിന് ഇപ്പോഴും നമുക്ക് തൻ്റെ കയ്യിൽ ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് തരുവാനുള്ള മനസ്സുണ്ട്. സ്തോത്രം. അതായത് നീ പരാജയപ്പെട്ടവനാണ്, അതുകൊണ്ട് നിനക്ക് ഒന്നാം തരം ഒന്നും ഞാൻ തരില്ല. നിൻ്റെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നതല്ലേ, അതുകൊണ്ട് ഞാൻ രണ്ടാം തരം മാത്രമേ തരുള്ളൂ. അങ്ങനെയല്ല അല്ലേ? ഈ ലോകത്തിലെ പലരുടെയും മനോഭാവം എന്താണ്? നിനക്ക് ഒന്നാം തരം ഞാൻ തരില്ല, കാരണം നീ പരാജയപ്പെട്ടവനാണ്. വേണമെങ്കിൽ രണ്ടാം തരം തരാം അല്ലേ? പരാജയപ്പെട്ടവന്, എല്ലാം കൊണ്ടും മുടിഞ്ഞവന് ഇതാ മേത്തരമായത് കൊടുക്കുന്നൊരു ദൈവം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 15:22. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവൻ്റെ കൈവിരലിൽ മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ. ഇതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യും. പരാജയപ്പെട്ട ഈ ധൂർത്തപുത്രന് മേത്തരമായ അങ്കി ലഭിച്ചു. ഈ മേത്തരമായ അങ്കി ആർക്കാ ലഭിച്ചത്? നമുക്ക് ഓരോരുത്തർക്കാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാസ്തവത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ പരാജയപ്പെട്ടവരാണ്. ഇങ്ങനെ പരാജയപ്പെട്ട നമുക്ക് രണ്ടാം തരമല്ല സ്വർഗീയ പിതാവ് തരുന്നത്, പിന്നെയോ ഏറ്റവും മേത്തരമായതാണ്. നമ്മുടെ അവസ്ഥ എത്രമാത്രം ചീഞ്ഞു നാറിയതായിരുന്നു പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നു, ശരിയാണ്. ഇനിയും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൂർണ്ണഹിതം നിറവേറുകയില്ല എന്ന് കരുതരുത്. അനുദപിച്ചു വന്നാൽ ഏറ്റവും മേത്തരമായത് തന്നെ നമുക്ക് തരും.
നമ്മുടെ പരാജയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഒന്നുകൂടി കണ്ടാൽ നമുക്ക് വല്ലാത്ത അറപ്പ് വെറുപ്പ് നമ്മോട് തന്നെ തോന്നും. യെഹെസ്കേൽ 16-ാം അധ്യായം സാവകാശം വായിച്ചാൽ മതി. എല്ലാവരും എടുത്തിട്ട് മാത്രമായി. ഇവിടെ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഇതൊരു സ്ത്രീ അല്ല, ഇത് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പരാജയത്തിൻ്റെയും പാപത്തിൻ്റെയും യഥാർത്ഥ അവസ്ഥ വ്യക്തമാക്കുവാൻ വേണ്ടി ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ സ്ത്രീ ആരാന്നറിയോ? ഇത് നമ്മൾ ഓരോരുത്തരാണ്. ആ രീതിയിൽ ചിന്തിക്കണം. വേറെ ഏതോ ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് എന്നല്ല, ഇത് നമ്മുടെ തന്നെ ആ പരാജയത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എനിക്ക് ബാധകമല്ല, ഇത് ആ പറയുന്ന സ്ത്രീക്കല്ലേ ബാധകം, അങ്ങനെ കരുതിയിട്ടല്ല വായിക്കേണ്ടത്. ഓക്കെ, വായിക്കും. എസെക്കിയേൽ 16:1 തൊട്ട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കാനാൻ ദേശത്താകുന്നു. മനുഷ്യപുത്ര, നീ യെരൂശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യസ്ത്രീയും മാത്രേ. നിന്റെ ജനന വസ്തുതയോ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചോ വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്ത് ഇട്ടുകളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു. ഈ രീതിയിൽ ശവസമാനമായി കിടന്നിരുന്ന നമ്മെ കർത്താവായ യേശു ക്രിസ്തു കഴുകി ശുദ്ധീകരിച്ചു, രക്ഷിച്ചു. അതെ, ഇനിയും നാം വീണ്ടും പഴയതിലേക്ക് തിരിഞ്ഞു പോകരുത്. ധൂർത്തപുത്രൻ വന്നു, എല്ലാം കൊണ്ടും പരാജയപ്പെട്ട് ചീഞ്ഞു നാറിയ രൂപത്തിൽ അവൻ വന്നു. എന്നാൽ പിതാവ് അവന് മേത്തരമായ അങ്കി കൊടുത്തു.